ഫ്രണ്ട്സ്, എല്ലാവർക്കും ലിജീസ് വ്ളോഗ്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ബർത്ത്ഡേ വ്ളോഗാണ് കേട്ടോ. ഇന്ന് അഞ്ചുമോളുടെ ബർത്ത്ഡേ ആണ്. അപ്പോൾ രാവിലെ തന്നെ ഞങ്ങളിതാ കുർബാനയ്ക്ക് പോകണം. കുർബാനയ്ക്ക് പോയി വന്നിട്ട് വേണം അഞ്ചുവിന് സ്കൂളിലേക്ക് പോകാൻ. അപ്പോൾ ഇപ്പോൾ യൂണിഫോമൊക്കെയാണ് ഇട്ടേക്കണം. ഇവർ അഞ്ചു ഇപ്പോൾ 8th ക്ലാസ്സിലാണ്. അപ്പോൾ ഇവർക്ക് സ്കൂളിൽ 6ാം ക്ലാസ് മുതലുള്ള കുട്ടികൾക്ക് പിന്നെ ബർത്ത്ഡേ വന്നാലും യൂണിഫോം തന്നെ ഇട്ടിട്ട് വേണം പോകണമെങ്കിൽ. 5ാം ക്ലാസ് വരെ അലൗഡാണ് കളർ ഡ്രസ്സൊക്കെ ഇട്ട് വരാം. 6ാം ക്ലാസ് തൊട്ട് പിന്നെ യൂണിഫോമിൽ തന്നെ വേണം പോകാൻ. അപ്പോൾ അതുകൊണ്ട് ബർത്ത്ഡേ ഡ്രസ്സും അതുപോലെ ബർത്ത്ഡേ കേക്ക് കട്ടിങ് കാര്യങ്ങളെല്ലാം ഞങ്ങൾ സ്കൂളിൽ പോയി വന്ന് ഈവനിങ്ങിലാണ് വെച്ചിരിക്കുന്നത്. പിള്ളേരുടെ ചെറിയൊരു പാർട്ടി. അഞ്ജുവിൻ്റെ ഫ്രണ്ട്സ് എല്ലാവരും വരും. ഇവിടെ ഞങ്ങളുടെ ക്വാർട്ടേഴ്സ് തന്നെയുള്ള എല്ലാ ഫ്രണ്ട്സും അഞ്ജുവിൻ്റെ ഫ്രണ്ട്സ് എല്ലാവരും അവരുടെ കളിക്കൂട്ടുകാരെല്ലാം അങ്ങനെ എല്ലാം വന്ന് ഒരുമിച്ച് കേക്ക് കട്ടിങ് കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇപ്പോൾ ഞങ്ങളെല്ലാവരും രാവിലെ തന്നെ പള്ളിയിലേക്കായിട്ട് ഇറങ്ങും. കുർബാനയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ പുറത്തിറങ്ങിയപ്പോൾ തന്നെ എല്ലാവരും കൂടെ അഞ്ജുവിനെ ബർത്ത്ഡേ സോങ് ഒക്കെ പാടി വിഷ് ചെയ്യുന്നതാട്ടോ നിങ്ങൾ വീഡിയോയിൽ കണ്ടത്. അപ്പോൾ ബർത്ത്ഡേ സോങ് ഒക്കെ പാടിയതിന് ശേഷം പിന്നെ അഞ്ജുത എല്ലാവർക്കും സ്വീറ്റ്സ് ഒക്കെ കൊടുക്കണം. സ്വീറ്റ്സ് ഒക്കെ കൊടുത്തതിന് ശേഷം ഞങ്ങൾ പെട്ടെന്ന് തന്നെ വീട്ടിലേക്ക് തിരിച്ചു പോന്നു. കാരണം സ്കൂളിലേക്ക് ടൈമിന് എത്തേണ്ടതുകൊണ്ട്. അപ്പോൾ ഞങ്ങളിതാ സ്കൂളിൽ നിന്നൊക്കെ തിരിച്ചെത്തി. ഇതാ അഞ്ജും ചേട്ടനും കൂടെ ലഞ്ചൊക്കെ കഴിഞ്ഞ് അവരിതാ മാർക്കറ്റിലേക്ക് പോകണം. കേക്കൊക്കെ ഓർഡർ കൊടുത്ത് വാങ്ങിക്കാനൊക്കെ ആയിട്ട്. കേക്ക് പിന്നെ നമുക്ക് ഫാമിലീസിനൊക്കെ ഐസ്ക്രീം കൊടുക്കണം. അപ്പോൾ അതൊക്കെ വാങ്ങിക്കാൻ വേണ്ടി അവർ കടയിലേക്ക് പോവാണ്. അഞ്ജു ഈസ് വെരി ഹാപ്പി അല്ല അഞ്ജു? ഓക്കെ, അപ്പോൾ പപ്പയും മോളും കൂടെയാണ് ഇന്ന് പോകുന്നത്. ഓക്കെ ബൈ 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 ബൈ. അഞ്ജുതാ എത്തി കേക്കൊക്കെ ആയിട്ട്. കേക്കും പിന്നെന്താ ഐസ്ക്രീമോ എല്ലാ ഐറ്റംസൊക്കെ ആയിട്ട് എത്തി. അഞ്ജുവിൻ്റെ ഫ്രണ്ട്സൊക്കെ ഇവിടെ എത്തി. ബലൂണൊക്കെ വീർപ്പിക്കാൻ തുടങ്ങി. രണ്ടുപേരും എത്തിയിട്ടുണ്ട്. ഇവിടെ ബലൂണൊക്കെ കെട്ടാൻ പോകണുള്ളൂ കേട്ടോ. ബലൂൺ വീർപ്പിക്കലൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നുള്ളൂ. അപ്പോൾ ചേട്ടൻ ബാക്കി ഐറ്റംസൊക്കെ ആയിട്ട് ചേട്ടൻ എത്തിയിട്ടുണ്ട്. അഞ്ജു അങ്ങനെ എല്ലാവരുടെയും വീടുകളിലേക്ക് ഫാമിലിക്കൊക്കെയുള്ള ഐസ്ക്രീം റെഡി ആക്കിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാവരുടെയും വീടുകളിൽ കൊണ്ടുപോയി കൊടുക്കാനായിട്ട്. ഞങ്ങൾക്കിവിടെ ക്വാർട്ടേഴ്സിൽ 12 വീടുകളുണ്ട് ഞങ്ങൾ ടോട്ടല്. അപ്പോൾ ഓരോരോ വീടുകളിലേക്ക് കൊടുക്കാനായിട്ട് അഞ്ചു ഓർഡറാണ്. അപ്പോൾ അഞ്ജുവിൻ്റെ ഫ്രണ്ട്സ് എല്ലാവരും എത്തിയിട്ടുണ്ട്. ഇനി ഒരാളും കൂടെ വരാനുണ്ടല്ലോ, 2 ആൾ വരാനുണ്ട്. 2 പേരും കൂടെ വരാനുണ്ട്. അപ്പോൾ ഞങ്ങളിങ്ങനെ വെയിറ്റിങ്ങിലാണ്. പിന്നെ കിട്ടിയ കുറച്ച് സമയം കൊണ്ട് ബലൂണൊക്കെ കുറച്ചൊരു വീർപ്പിച്ചത് അവിടെ സെറ്റ് ആക്കിയിട്ടുണ്ട്. അധികമൊന്നും നമുക്ക് വീർപ്പിക്കാൻ സമയം കിട്ടിയില്ല. അപ്പോൾ കുറച്ചൊക്കെ ബലൂണുകളൊക്കെ വീർപ്പിച്ച് ഇവിടെ കെട്ടി കൊടുത്തിട്ടുണ്ട്. ഇവിടെ 2 ചെറിയ ഫ്രണ്ട്സ് ഉണ്ട്. അവർ 2 പേരും ഇതേ കുറുമ്പൊക്കെ കാണിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. കളിച്ചുകൊണ്ടിരിക്കുന്നു 2 പേരും കൂടെ. അടുത്ത ഫ്രണ്ട് എത്തിക്കഴിഞ്ഞു. വാ വെൽക്കം. അപ്പൊ നമ്മുടെ കേക്ക് ചേട്ടൻ അൺബോക്സ് ചെയ്യാൻ പോണ്. അഞ്ചു അപ്പോഴേക്കും കേക്ക് കട്ടിങ്ങിന് റെഡി ആയി എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പൊ അടുത്ത ഫ്രണ്ട് എത്തിയിട്ടുണ്ട്. അങ്ങനെ ഞങ്ങളുടെ ജേക്കബ് ചേട്ടൻ, അഞ്ജലിയുടെ ജേക്കബ് ചേട്ടൻ എത്തിയിട്ടുണ്ട്. ചേട്ടന്മാരും ചേച്ചിമാരും ഫ്രണ്ട്സും എല്ലാവരും ആയിട്ട് എത്തിയിട്ടുണ്ട്. കേക്ക് ഇവിടെ അൺബോക്സ് ചെയ്യുന്നു. റെയിൻബോ കേക്ക് ആട്ടോ ഈ പ്രാവശ്യം വാങ്ങിച്ചിരിക്കുന്നത്. അഞ്ജലിക്ക് ഇഷ്ടം റെയിൻബോ കേക്ക് എന്ന് പറഞ്ഞ് നമ്മൾ റെയിൻബോ കേക്കാണ് വാങ്ങിച്ചേക്കണേ. ഇതാണ് അഞ്ജുവിന്റെ ഇഷ്ടത്തിന് അഞ്ജു ഓർഡർ കൊടുത്തിരിക്കുന്ന കേക്ക്. നമ്മൾ ഓർഡർ കൊടുത്തിരിക്കുന്നത് 1 kg കേക്കാട്ടോ. എങ്ങനെയുണ്ട്, നിങ്ങൾക്ക് ഇഷ്ടമായോ? നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമന്റ്സിലൂടെ അറിയിക്കണേ. അപ്പൊ അങ്ങനെ നമ്മുടെ കേക്ക് കട്ടിങ്ങിന്റെ സമയം ആയിക്കൊണ്ടിരിക്കുന്നു. അപ്പൊ ഞങ്ങൾ ചെറിയൊരു പ്രെയർ ചൊല്ലിയിട്ടാട്ടോ കേക്ക് കട്ടിങ് ഒക്കെ ആരംഭിക്കുന്നത്. അപ്പോൾ നമ്മൾ എന്തെങ്കിലും ഇങ്ങനെ നല്ല കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ജസ്റ്റ് ഒന്ന് പ്രാർത്ഥിക്കുന്നത് വളരെ നല്ലതായിരിക്കും. അപ്പോൾ അഞ്ചുമോൾക്ക് വേണ്ടി ജസ്റ്റ് ഒന്ന് ചെറുതായിട്ടൊരു പ്രെയറൊക്കെ ചൊല്ലി ഞങ്ങളിതാ കേക്ക് കട്ടിങ് ആരംഭിക്കുകയാണ്. പോലെ ഭൂമിയിലും ആകണമേ. ഞങ്ങളുടെ തെറ്റുകളോട് ക്ഷമിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ അപ്പൊ നമുക്ക് ബർത്ത്ഡേ പാടി തുടങ്ങിയാലോ? ആഘോഷം തുടങ്ങാം. ഓക്കേ, കം സ്റ്റാർട്ട്. ഹാപ്പി ബർത്ത്ഡേ ടു യു. ഹാപ്പി ബർത്ത്ഡേ ടു യു. ഹാപ്പി ബർത്ത്ഡേ ഡിയർ അഞ്ജലി. ഹാപ്പി ബർത്ത്ഡേ ടു യു. May the good Lord
കേക്ക് കട്ടിങ്ങിന്റെ സമയത്ത് ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ ആൽവിനെ ഒരുപാട് മിസ് ചെയ്തു കേട്ടോ. പിന്നെ ആൽവിനും പറഞ്ഞിട്ടുണ്ടായിരുന്നു എല്ലാവരും എത്തിക്കഴിയുമ്പോൾ ബർത്ത്ഡേ പാർട്ടിയുടെ സമയത്ത് തന്നെ വീഡിയോ കോൾ ചെയ്തോളുന്നു. അപ്പോൾ അങ്ങനെ ഞങ്ങളിതാ വീഡിയോ കോൾ ചെയ്തതാ കുറച്ച് സമയം ആൽവിനായിട്ട് സംസാരിച്ചു. അത് കഴിഞ്ഞപ്പോൾ പിന്നെ ഞങ്ങൾ തന്നെയായിട്ടുള്ള പാർട്ടിയായിരുന്നു. കേക്ക് കണ്ടിട്ട് കൊതിയാവുന്നുണ്ടോ? ആൽവിനായിട്ട് വീഡിയോ കോള്. അഞ്ജുന് കേക്ക് കട്ടിങ്ങിന്റെ സമയത്ത് വെക്കാനായിട്ട് ബർത്ത്ഡേ ക്യാപ്പൊക്കെ വാങ്ങിച്ചായിരുന്നു കേട്ടോ ചേട്ടൻ. പക്ഷെ ആ നേരത്തെ തിക്കും തിരക്കിലും അതെല്ലാം മറന്നുപോയി, ആ കാര്യമേ വിട്ടുപോയി. കേക്ക് കട്ടിങ് എല്ലാം കഴിഞ്ഞ് കുറച്ച് സമയം കഴിഞ്ഞപ്പോഴാണ് ക്യാപ്പിന്റെ കാര്യം ഓർത്തത് ഞങ്ങൾ. അപ്പം അങ്ങനെ കേക്ക് കട്ടിങ് ഒക്കെ കഴിഞ്ഞ് അഞ്ജുവിന് എല്ലാ ഫ്രണ്ട്സും കേക്കൊക്കെ കൊടുത്തു കേട്ടോ. അതുപോലെ തന്നെ അഞ്ജു ആയാലും എല്ലാവർക്കും കേക്കൊക്കെ തീറ്റിക്കായിരുന്നു. അപ്പോൾ അങ്ങനെ അതൊക്കെ കഴിഞ്ഞു. പിന്നെ കുറച്ച് സമയം കൂടെ ആലിനോട് ഞങ്ങൾ വർത്താനൊക്കെ പറഞ്ഞു. പിന്നെ ഫോണൊക്കെ കട്ട് ചെയ്ത് പിന്നെ ഞങ്ങൾ വീണ്ടും ബർത്ത്ഡേ പരിപാടിയിലേക്കൊക്കെ ആയിട്ട് നീങ്ങണം കേട്ടോ. എൻ്റെ സ്വരം നല്ലപോലെ തന്നെ ഡൗൺ ആയിട്ടിരിക്കുകയാണ്. ഞാനൊരു ദിവസം ഐസ്ക്രീം തിന്നായിരുന്നു, അന്നോട്ട് പിടിച്ചതാണ് ഈ തൊണ്ട പ്രശ്നം. അപ്പോൾ ഇനി അതൊന്ന് ശരിയായി വരണമെങ്കിൽ 1-2 ആഴ്ച പിടിക്കും. അപ്പോൾ എൻ്റെ ഫ്രണ്ട്സ് എല്ലാവരും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തോളൂ. ഞാനിതൊന്ന് മാറിയിട്ട് ബർത്ത്ഡേ വീഡിയോ എഡിറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ദിവസങ്ങൾ നീണ്ടു പോകുന്നതല്ലാണ്ട് ഇത് മാറി കിട്ടുന്നില്ല. അപ്പോൾ ഒന്ന് ഫ്രണ്ട്സ് എല്ലാവരും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണേ. ഞങ്ങളുടെ കേക്ക് കട്ടിങ് ജസ്റ്റ് കഴിഞ്ഞതേ കോട്ടേഴ്സിലുള്ള ഞങ്ങളുടെ ഒരു സാറിൻ്റെ മോൻ വരുന്നുണ്ട് കേട്ടോ. ഇപ്പം എത്തിയതേ ഉള്ളൂ, ഒത്തിരി ലേറ്റ് ആയി പോയി ആളെത്താനായിട്ട്. പിന്നെ അഞ്ജുവിൻ്റെ കുറച്ച് ഫ്രണ്ട്സ് ഗിഫ്റ്റൊക്കെ ആയിട്ടാണ് വന്നായിരുന്നത്. പിന്നെ കുറച്ച് ഫ്രണ്ട്സ് വീടുകളിൽ നമ്മൾ ഐസ്ക്രീമൊക്കെ കൊടുത്ത സമയത്ത് ക്യാഷ് ആയിട്ടൊക്കെ അഞ്ജുവിന് ഗിഫ്റ്റൊക്കെ എടുത്ത് കൊടുത്തായിരുന്നു കേട്ടോ. പിന്നെ ചിലരൊക്കെ ഈവനിങ്ങിൽ പാർട്ടിയൊക്കെ കഴിഞ്ഞ് ഈവനിങ്ങിലാണ് നമുക്ക് ഗിഫ്റ്റ് കൊണ്ടുവന്ന് തന്നത്. അപ്പോൾ ഇപ്പം വീട്ടിൽ കൊണ്ടുവന്നവർ അഞ്ജുവിന് കൊടുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. എല്ലാവരും ഗിഫ്റ്റ് ഒക്കെ എടുത്ത് കൊടുക്കണം. പക്ഷെ സത്യത്തിൽ ഞങ്ങൾ വാങ്ങിച്ചു വെച്ചിരുന്ന ഗിഫ്റ്റ് ഞങ്ങൾ കൊടുക്കാൻ മറന്നുപോയിട്ടാ നേരത്ത്. അപ്പോൾ അഞ്ജുവിന് അറിയാം ഞങ്ങൾ ഗിഫ്റ്റ് വാങ്ങിച്ചിട്ടുണ്ടെന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് അഞ്ജു ചോദിക്കുന്നുണ്ട് ഗിഫ്റ്റിന് വേണ്ടിയിട്ട്. പിന്നെ ഇപ്പം പാർട്ടിയുടെ സമയത്ത് കൊടുക്കാനായിട്ട് പക്കോടി വാങ്ങിയായിരുന്നു. അപ്പോൾ അത് എല്ലാവർക്കും കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അഞ്ജുവിൻ്റെ ഫ്രണ്ട്സിൽ ഒരാൾ ലേറ്റ് ആയിട്ട് വന്നിരുന്നു. അപ്പോൾ ആൾക്ക് കേക്ക് പീസ് കിട്ടിയില്ലായിരുന്നു. അപ്പോൾ ആൾക്കും കേക്ക് കൊടുത്തോണ്ടിരിക്കുകയാണ്. ഇന്നത്തെ പാർട്ടിക്ക് എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഒന്നും പ്ലാൻ ചെയ്തിട്ടില്ല. ജസ്റ്റ് അവർക്ക് കൂൾ ഡ്രിങ്ക്സ് ഒക്കെ ഇഷ്ടം. അപ്പോൾ തംസപ്പ് അതുപോലെ സ്പ്രൈറ്റ് കാര്യങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ ഇഷ്ടമുള്ളവർക്ക് ഇഷ്ടമുള്ളത് ചോദിച്ച് അവർക്ക് ഒഴിച്ചു കൊടുക്കണം. പിന്നെ ഞാൻ സേമിയ പായസം ഉണ്ടാക്കിയായിരുന്നു. അപ്പോൾ അതും സെർവ് ചെയ്യാൻ പോകുന്നുണ്ട് കേട്ടോ. അങ്ങനെ ബർത്ത്ഡേ പരിപാടി ചെറിയ രീതിയിലാണ് നമ്മൾ നടത്തുന്നത്. അഞ്ജു വളരെ ഹാപ്പി ആയിരുന്നു കേട്ടോ. ഫ്രണ്ട്സ് എല്ലാവരും എത്തി. ഫ്രണ്ട്സിന്റെ പ്രസൻസ് തന്നെ അഞ്ജുനെ ഒത്തിരി ഹാപ്പി ആക്കി. പിന്നെ അവർക്കായാലും ഇഷ്ടമാണ് കേട്ടോ അങ്ങനെ മറ്റുള്ളവരുടെ വീട്ടിൽ ബർത്ത്ഡേ സെലിബ്രേഷനൊക്കെ പോകാമെന്ന് പറഞ്ഞാൽ കുട്ടികൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകാൻ ഭയങ്കര ഇഷ്ടമല്ല. അവർക്ക് അവരുടെ വീട്ടിൽ നിന്നൊന്ന് പുറത്തിറങ്ങി കിട്ടാൻ ഭയങ്കര ആഗ്രഹമാണ്. പിന്നെ നമുക്കങ്ങനെ എപ്പോഴും അങ്ങനത്തെ ഒക്കെ കാര്യങ്ങളിൽ എപ്പോഴും വിടാനൊന്നും പറ്റില്ല. പക്ഷെ തൊട്ടടുത്തൊക്കെയുള്ള വീടുകളൊക്കെ ആകുമ്പോൾ ഞങ്ങളുടെ ക്വാർട്ടേഴ്സിലൊക്കെ തന്നെ വീടുകളൊക്കെ ആണെങ്കിൽ ഞങ്ങൾ വിടാറുണ്ട്. പുറത്തുനിന്നൊക്കെ ആരെങ്കിലുമൊക്കെ വിളിക്കുമ്പോൾ ഞങ്ങളും കൂടെയൊക്കെ ഉള്ള സമയത്തൊക്കെ ഞങ്ങൾ വിടാറ്. അല്ലെങ്കിൽ ഞങ്ങൾ അങ്ങനെ തനിച്ചൊന്നും വിടാറില്ല അഞ്ജുവിനെ. അപ്പോൾ അതുപോലെ ഫ്രണ്ട്സ് എല്ലാവരും വീട്ടിലേക്ക് വന്നപ്പോൾ അഞ്ജു ഭയങ്കര ഹാപ്പി ആയിരുന്നു കേട്ടോ. അഞ്ജുന് പപ്പയുടെയും മമ്മിയുടെയും എക്സൈറ്റഡ് ആണ്. എന്താണ് ഗിഫ്റ്റ്? ആദ്യം മമ്മിയുടെ പപ്പയുടെ ഇത് പൊതിയാൻ സമയം കിട്ടില്ല കേട്ടോ. ചൂട് സാധനം നിങ്ങൾക്ക് അങ്ങനെ തരുന്നില്ല. ഇനി മമ്മിയുടെ ഗിഫ്റ്റ്. അപ്പൊ ഹാപ്പി ബർത്ത്ഡേ. ഹാപ്പി ബർത്ത്ഡേ. ഇത് സർപ്രൈസ് ആണ്. അഞ്ജന ഞാൻ കൊടുത്ത ഗിഫ്റ്റ് എന്താണെന്ന് അറിയാനുള്ള ആകാംക്ഷ കൊണ്ട് ഉടനെ തന്നെ പൊട്ടിച്ചു നോക്കണം. അഞ്ജന അറിയില്ലായിരുന്നു ഞാനിങ്ങനെ ഗിഫ്റ്റ് വാങ്ങിച്ചിട്ടുണ്ട്. പപ്പയുടെ ഗിഫ്റ്റിനെ പറ്റി മാത്രമേ അഞ്ജന അറിയുള്ളായിരുന്നു.
Amazon देखना भूल गया, कार्ड में देख लिया। എന്തായാലും ഇത്രയ്ക്കും തുറന്നല്ലോ, ഇനി മുഴുവൻ തുറക്കും. എന്റെ ഗിഫ്റ്റ് അഞ്ജുവിന് വേണ്ടി ഒരു ടോപ്പായിരുന്നു കേട്ടോ. അപ്പൊ അപ്പോഴേക്കും ഞങ്ങൾക്ക് വീട്ടിൽ നിന്ന് ആങ്ങളയുടെ ഫോൺ കോൾ വന്നു. അപ്പൊ അങ്ങനെ ഫോൺ എടുക്കാൻ വേണ്ടി തിരിഞ്ഞതാ അയാള്. ഇതാണ് വീഡിയോഗ്രാഫർ കേട്ടോ. അങ്ങേറ്റത്തിരിക്കുന്ന മഞ്ഞ രാവിലെ എടുത്തതാണ്. ആങ്ങളെ നാത്തൂനും കൂടെ അഞ്ജുനെ ബർത്ത്ഡേ വിഷ് ചെയ്യാനായിട്ട് വീഡിയോ കോൾ വിളിച്ചതായിരുന്നു കേട്ടോ. പിന്നെ ഇവിടെ ഞങ്ങളുടെ ബർത്ത്ഡേ പാർട്ടിയൊക്കെ കണ്ടപ്പോൾ പിന്നെ അവര് രാത്രി വിളിക്കാന്ന് പറഞ്ഞ് അങ്ങനെ ഫോൺ കട്ട് ചെയ്തു. അഞ്ജുന്റെ ബാക്കിയുള്ള ഗിഫ്റ്റുകൾ ഫ്രണ്ട്സ് ജിപ്പിയുടെ ഗിഫ്റ്റ് ആണോ? ഇവിടെ 2 വാലിന്റെ കുട്ടികൾ 2 താഴെ കൂടെ കളിക്കുന്നുണ്ട്. ഒരാൾ താഴെ ഒന്ന് രാവിലെ ചായ കുടിക്കാം, ഒന്ന് വൈകുന്നേരം ചായ കുടിക്കാം. ഗിഫ്റ്റ് കേട്ടോ, ചേച്ചിയുടെ ഗിഫ്റ്റ് ആണ് ഇന്നത്തെ. ചിപ്പി ഇത് ഇതാണ് ജിപ്പിയുടെ കേട്ടോ. ജിപ്പിയുടെ ഇങ്ങനെ കപ്പും എന്താ ഡയറി മിൽക്കും കപ്പും സോസറും. ഇത് സിദ്ധു വന്നോട്ടോ. സിദ്ധു അടുത്ത ഡയറി മിൽക്ക് എല്ലാവരും ഇങ്ങനെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ആ ബോക്സ്. നിന്റെ ഫോട്ടോ ഉണ്ടോ? അടിപൊളി. സൂപ്പർ സൂപ്പർ പേഴ്സ്. പേഴ്സ് അല്ല, ബോക്സ്. പേഴ്സ് പോലത്തെ ബോക്സ് അല്ലേ? അടുത്ത ഗിഫ്റ്റ് സൂപ്പർ. ഇതാണ് കേട്ടോ ഞങ്ങളുടെ ഗിഫ്റ്റ്. ഞങ്ങളുടെ ഗിഫ്റ്റ് അഞ്ജുനുള്ള ടോപ്പ്. ഇത് ഞങ്ങൾ ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ അഞ്ജു ഇല്ലാതെ ഒരു ദിവസം ഷോപ്പിൽ പോയി അഞ്ജു അറിയാതെ വാങ്ങിച്ചൊരു ടോപ്പാണ്. അപ്പൊ അതുകൊണ്ട് അഞ്ജുവിന് ഞങ്ങളിതാ ഇവിടെ ഇവരെല്ലാവരും ഉണ്ട്. ഞങ്ങൾ ഒരു ഗെയിം പ്ലാൻ ചെയ്തിരിക്കുന്നത് തമ്പോല ഗെയിം സ്റ്റാർട്ട് ചെയ്യണം കേട്ടോ. ബർത്ത്ഡേയുടെ ഒന്ന് തമ്പോല എന്ന് പറയുന്ന ഗെയിം നമ്മളിവിടെ കളിക്കണം കേട്ടോ. അപ്പൊ ഫസ്റ്റ് പ്രൈസ്, അതായത് ഫുൾ ഹൗസിൽ കിട്ടുന്ന ആൾക്ക് 300 rupees. ഫസ്റ്റ് റോ ആണെങ്കിൽ 100, സെക്കൻഡ് റോ 100, തേർഡ് റോ 100. അതാണ് നമ്മൾ വെച്ചിരിക്കുന്ന എന്താ പ്രൈസ് മണി. ഓക്കെ 50 ഓക്കെ 55 കഴിഞ്ഞു. ഓക്കെ 21 40 56 56 18 എല്ലാവരും വളരെ ശ്രദ്ധയോടെ ഇരുന്ന് കളിക്കുകയാണ്. അവർക്ക് ചെറിയൊരു പോക്കറ്റ് മണി കിട്ടുന്ന സന്തോഷത്തിലാണ് എല്ലാവരും. ആഞ്ജലി നമ്പർ പറയുന്നുണ്ട്, അവരൊക്കെ ആ നമ്പർ പിൻ വെച്ച് കുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഡൈനക്ക് കിട്ടിയിട്ടുണ്ട് ഫസ്റ്റ് റോ. വെരി ഗുഡ്, വെരി ഗുഡ്. ഡിസ്ട്രിബ്യൂഷൻ, പ്രൈസ് ഡിസ്ട്രിബ്യൂഷൻ. ഫസ്റ്റ് റോ ഡൈന. ഫസ്റ്റ് റോയ്ക്ക് 100 rupees. സെക്കൻഡ് റോ തേർഡ് റോ
ഫുൾ ഹൗസി 300. അങ്ങനെ ഞങ്ങൾ തമ്പോല ഗെയിമൊക്കെ കളിച്ചിട്ട് കുറച്ച് സമയം. അപ്പോൾ അത് കഴിഞ്ഞ് പ്രൈസ് ഡിസ്ട്രിബ്യൂഷനൊക്കെ കഴിഞ്ഞപ്പോൾ പിന്നെയും കുറച്ച് സമയം കൊണ്ടിരുന്ന് ഞങ്ങൾ വർത്താനമൊക്കെ പറഞ്ഞു. അതിനുശേഷം എന്താ എല്ലാവരും കൂടെ പാട്ട് പാടാമെന്നും പറഞ്ഞ് അങ്ങനെ എന്താ പാട്ട് പാടാൻ ആരംഭിച്ചിട്ടുണ്ട്. Remember when I told you no matter where I go, I'll never leave your side, you will never be alone. Even when we go through changes, even when we're old, remember that I told you I'll find my way back home. Now I request all of them to sing a prayer song. Praise the mean, praise the awesome, to അപ്പം അങ്ങനെ ഞങ്ങളിന്ന് നല്ലപോലെ തന്നെ അഞ്ജുവിൻ്റെ ബർത്ത്ഡേ പാർട്ടി എൻജോയ് ചെയ്തു കേട്ടോ. ആൽവിനില്ലാത്തൊരു കുറവ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അങ്ങനെ പാർട്ടിയൊക്കെ കഴിഞ്ഞത് അവരെല്ലാവരും എന്താ തിരിച്ചു പോകണം കേട്ടോ. അപ്പോൾ ദാ എല്ലാവരും പാർട്ടിയൊക്കെ കഴിഞ്ഞ് പോയി. അഞ്ചു കളിക്കാനൊക്കെ പോയിക്കായിരുന്നു കേട്ടോ. കളിയൊക്കെ കഴിഞ്ഞ് വന്നിപ്പിക്കും ദാ ഈവനിങ് ആയിപ്പിക്കും. തൊട്ടടുത്ത വീട്ടിലെ ടീച്ചറിൻ്റെ സാറിൻ്റെ മോൻ ദാ ഗിഫ്റ്റുമായിട്ട് വന്നിരിക്കുന്നതാണ്. അക്കിച്ചേട്ടൻ്റെ ഗിഫ്റ്റാണ് കേട്ടോ അത്. നമുക്കിതൊക്കെ അൺബോക്സ് ചെയ്യണം. ഇവിടെ വേറൊരു സാറിന് ഗിഫ്റ്റ് കൊടുത്തു വിട്ടിട്ടുണ്ട്. അപ്പോൾ അതെന്താ ഇവിടെ ഇരിപ്പുണ്ട്. അപ്പോൾ ഇതൊക്കെ ഇത്തിരി നേരം കഴിഞ്ഞിട്ട് ചേട്ടൻ കളിക്കാൻ വേണ്ടി പോയിരിക്കുകയാണ്. അപ്പോൾ കളിയൊക്കെ കഴിഞ്ഞ് വന്നിട്ട് നമ്മൾ അൺബോക്സ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ താങ്ക് യു അക്കിച്ചേട്ടന്, താങ്ക് യു. അങ്ങനെ അഞ്ജുവിൻ്റെ ഫ്രണ്ട്സൊക്കെ വന്ന് പാർട്ടിയൊക്കെ കഴിഞ്ഞ് എല്ലാവരും തിരിച്ചു പോയിട്ടോ. അപ്പോൾ 2-3 പേര് അഞ്ജുവിൻ്റെ ചേട്ടന്മാർ കുറച്ച് പേരുണ്ട് ഇവിടെ. അപ്പോൾ അവർ 2-3 പേര് ആ സമയത്ത് ഗിഫ്റ്റ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നില്ല. ഈവനിങ്ങിലാണ് ഇപ്പോൾ കൊണ്ടു തന്നത്. അപ്പോൾ അവർ ഗിഫ്റ്റ് കൊണ്ടു തന്നവർ പോയി. അപ്പോൾ നമുക്ക് അതും കൂടി ഒന്ന് അൺബോക്സ് ചെയ്ത് കാണാം. അക്കിച്ചേട്ടായിന്റെ ആട്ടോ. അപ്പൊ അക്കിച്ചേട്ടായിനെ എല്ലാവർക്കും അറിയാലോ. അപ്പൊ അക്കിച്ചേട്ടായിന്റെ ഗിഫ്റ്റ് ആട്ടോ ഇത്. നമ്മളതിന്റെ വീഡിയോ എടുത്തായിരുന്നല്ലോ. അക്കിച്ചേട്ടൻ വന്നത് അഖിലിന്നുണ്ടോ പേര്? അഖിലാണ്, അക്കിന്നാണ് വിളിക്കുക ഇവിടെ. അപ്പോൾ ഞങ്ങൾ അക്കിച്ചേട്ടായി എന്ന് പറഞ്ഞാണ് അഞ്ചു വിളിക്കുന്നത്. അപ്പോൾ ഞങ്ങളായാലും അക്കി എന്നൊക്കെ പറഞ്ഞ് വിളിക്കാറ്. അപ്പോൾ അതാ അങ്ങനെ അഖിൽ ചേട്ടൻ കൊണ്ടുവന്ന് കൊടുത്തിരിക്കുന്ന ഗിഫ്റ്റാണ്. ഓ ഡ്രസ്സ് അഞ്ജുവിന് എത്ര ഡ്രസ്സുകളെ കിട്ടിയേക്കണെന്ന് അറിയാമോ? എൻ്റെ ദൈവമേ, ഇഷ്ടം പോലെ ഡ്രസ്സുകൾ, ഇഷ്ടം പോലെ. മമ്മിയും പപ്പയും തന്നു. പപ്പയുടെ ഡ്രസ്സ് കാണിച്ചിട്ടില്ല. പപ്പയുടെ ജസ്റ്റ് ആ ഗിഫ്റ്റ് ആയിട്ട് കൊടുത്തത് കപ്പ് മാത്രമേ കാണിച്ചിട്ടുള്ളൂ. ഇന്നലെ പപ്പയുടെ വക വേറൊരു ടോപ്പും വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട്. ഞാനത് കാണിച്ചു തരാം കേട്ടോ. ഇത് അൺബോക്സ് ചെയ്തിട്ട് അതും കാണിച്ചു തരാം. അപ്പൊ അക്കിച്ചേട്ടായിക്ക് ഒരു ബിഗ് താങ്ക് യു. നല്ല അടിപൊളി ഡ്രസ് കേട്ടോ. കളറും നല്ലതാ, നല്ല ഡ്രസ് ഉണ്ട് കാണാൻ. സൂപ്പർ. ഇല്ലാത്തൊരു കളറാണ്, ലൈറ്റ് ഗ്രീൻ ഇല്ല, നല്ല കളറ്. ഓക്കെ, ഇനി അടുത്ത ആളുടെ വേഗം പൊട്ടിക്കും. ഇത് ജേക്കബ് ചേട്ടായിന്റെ ഗിഫ്റ്റ് ആട്ടോ. ജേക്കബ് ചേട്ടൻ ഇവിടെ ഉണ്ടായിരുന്നു. വന്നപ്പം ബർത്ത്ഡേയുടെ ആ സമയത്ത് ഇവിടെ ഉണ്ടായിരുന്നു. അവരൊക്കെ 2 ഗിഫ്റ്റ് ഉണ്ട് കേട്ടോ. 2 ഗിഫ്റ്റ് ഉണ്ട് അതിനകത്ത്. ഇങ്ങനെ പൊട്ടിച്ച് ജേക്കബ് ഭയ്യയുടെ ഇത് ഞാൻ പൊട്ടിക്കട്ടെ? വേണ്ട, പൊട്ടിക്കാൻ സമ്മതിക്കില്ല. അഞ്ചുവിന് തന്നെ അത് പൊട്ടിക്കണം. അഞ്ചുവിന് എക്സൈറ്റഡ് ആണ് ഗിഫ്റ്റുകളൊക്കെ പൊട്ടിച്ചതാണ്. ഓഹോ, വാട്ടർ ബോട്ടിലാട്ടോ. ഇഷ്ടമായോ? ബോട്ടില് മാറ്റി മറിച്ച് കൊണ്ടുപോകാൻ ആദ്യത്തെ ഗിഫ്റ്റിന് ജേക്കബ് ചേട്ടായിക്ക് താങ്ക് യു. ഇനി രണ്ടാമത്തെ ഗിഫ്റ്റ് പറഞ്ഞു. 2 ഗിഫ്റ്റ് ആയിട്ടുള്ള ഒരു പാക്കറ്റില് സിൽക്ക് ആട്ടോ. സിൽക്ക് വലിയ സിൽക്ക്. അപ്പൊ ജേക്കബ് ചേട്ടായിക്ക് കോറിയോ ബോട്ടിലും ചോക്ലേറ്റിനും താങ്ക് യു. അഞ്ചിന് ഞാനിന്ന് ചേട്ടൻ വാങ്ങിച്ചു കൊടുത്ത ടോപ്പും കൂടി എടുത്തൊന്ന് കാണിച്ചത് നിങ്ങളെ. ഇതാട്ടോ പപ്പ വാങ്ങിച്ചത് ഗിഫ്റ്റ്, മീൻസ് ഉടുപ്പ്. ഇത് ഇന്നലെ വാങ്ങിച്ചു കൊടുത്തതാണ്. ഇന്ന് ഗിഫ്റ്റിന്റെ സമയത്ത് കൊടുത്തത് ആ കപ്പാണ്. പക്ഷെ ഇത് ഇന്നലെ വാങ്ങിച്ചു കൊടുത്തു. ഇത്തിരി വലിയതാണത്. ഇത്തിരി വലിയ സൈസ് നോക്കി എടുത്തതാണ്. പിന്നെ ഇത് സൈഡൊക്കെ ഒന്ന് ഷേപ്പ് ചെയ്യാനുണ്ട്. ഇത്തിരി ലൂസ്, ഇത്തിരി വലുതാ. പപ്പയ്ക്കും താങ്ക് യു, മമ്മിക്കും താങ്ക് യു, വെൽക്കം. അപ്പൊ എന്നെ യൂട്യൂബിലും ഫേസ്ബുക്കിലും വിഷ് ചെയ്ത കമന്റ് ഒക്കെ ചെയ്ത എല്ലാവർക്കും, വിഷസ് എന്ന എല്ലാവർക്കും താങ്ക് യു. പിന്നെ ഇവിടെ വന്ന എൻ്റെ ഫ്രണ്ട്സിനും എല്ലാവർക്കും താങ്ക് യു. പിന്നെ മമ്മിയും പപ്പയ്ക്കും സ്പെഷ്യൽ താങ്ക് യു. എന്തായാലും പാർട്ടിയും എല്ലാം ഇപ്പൊ തന്നെ ഹോട്ടലിൽ കൊണ്ടുപോകാൻ പോവാണ്. ഞങ്ങൾ ഹോട്ടലിലേക്ക് പോകാൻ വേണ്ടിട്ട് ഇറങ്ങി നിൽക്കുന്നത് കേട്ടോ. ഈ രാത്രി ഇന്ന് ഫുഡ് ഹോട്ടലിൽ നിന്ന് കഴിക്കാന്ന് പറഞ്ഞവർക്ക് ആൽവിനുണ്ടായിരുന്നപ്പോൾ ആൽവിനത് അഞ്ജലിക്ക് ഞങ്ങൾക്ക് ഞങ്ങളുടെ വീട്ടിൽ എപ്പോഴെങ്കിലും ബർത്ത്ഡേ വരുമ്പോ രാത്രി ഹോട്ടലിൽ പോകണമെന്ന് ഭയങ്കര ആഗ്രഹമാണ് അവർക്ക്. പ്രത്യേകിച്ച് ബർത്ത്ഡേ ആണ്. ശരിക്കും പറഞ്ഞാൽ ആൽവിനൊന്ന് ഒരുപാട് മിസ് ചെയ്തു.
ആരുമില്ലാതെ ആദ്യത്തെ ബർത്ത്ഡേ ആണ്. ചേട്ടനില്ലാത്ത അല്ലെങ്കിൽ എപ്പോഴും ബർത്ത്ഡേയുടെ സമയത്ത് ഉണ്ടാവാറുണ്ട്. ആരും ഭയങ്കര വിഷമമായിരുന്നു കേട്ടോ. അവിടെ നിന്ന് ആരും പറഞ്ഞായിരുന്നു കേക്ക് കട്ട് ചെയ്യുന്ന സമയത്ത് വീഡിയോ കോൾ വിളിക്കണം, കാണണം, ക്ലാസ് നടക്കണമെങ്കിൽ പോലും എന്നെ വിളിച്ചോളൂ, എനിക്ക് കുഴപ്പമില്ല, എനിക്ക് കാണണം എന്നും പറഞ്ഞ് ഭയങ്കര ആഗ്രഹമായിരുന്നു. ചേട്ടനെയും വിളിച്ചു വിട്ടു ഞങ്ങള്. ചേട്ടനെ ഞാൻ മിസ് ചെയ്യുന്നുണ്ട്. ബർത്ത്ഡേക്ക് ആദ്യത്തെ ബർത്ത്ഡേ ആണ് ചേട്ടൻ ഇല്ലാത്ത ഒരു ബർത്ത്ഡേ. അപ്പോൾ ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നുണ്ട് ചേട്ടനെ. അത് വല്ലാത്ത ശൂന്യതയാണ്. ആൽവിൻ ഉണ്ടായിരുന്നിട്ട് പിന്നെ അങ്ങനത്തെ സ്പെഷ്യൽ ഡേയ്സിലൊക്കെ ചേട്ടൻ്റെയും ഗിഫ്റ്റ്സ് ഞാൻ മിസ് ചെയ്യുന്നു. അതൊക്കെ പെൻഡിങ് ആണ് അല്ലേ? ചേട്ടൻ വരുമ്പോൾ ചോദിച്ചിട്ട് വേണം അല്ലേ? കഴിഞ്ഞ വർഷം ചേട്ടൻ്റെ വക ഗിഫ്റ്റും കൊടുത്തായിരുന്നു. അതിന് പറയണം, ചേട്ടൻ്റെ വക, പപ്പയുടെ വക, മമ്മിയുടെ വക ഒക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇതിപ്പോൾ ചേട്ടനില്ലല്ലോ. അപ്പൊ നമുക്ക് ഇനി ഹോട്ടലിൽ പോവാം. ഓക്കെ, ഹോട്ടലിൽ പോകാൻ ഇങ്ങനെ തിരക്കിട്ട് നിൽക്കണം. അപ്പോൾ ഞങ്ങൾ ഹോട്ടലിലേക്ക് പോകാൻ ഒരുങ്ങി റെഡി ആയേക്കണം. അപ്പോൾ നേരെ ഇനി ഹോട്ടലിലേക്ക് പോകാൻ ഇപ്പോൾ സമയം 8:15 കേട്ടോ. 8:15. അപ്പോൾ ഇനി ചെന്ന് നമ്മൾ ഫുഡൊക്കെ ഓർഡർ കൊടുത്ത് കഴിച്ചൊക്കെ ഒരുമിക്കൊരു സമയമാവും. നാളെ ക്ലാസ് ഇല്ല. നാളെ ക്ലാസ്സില്ല, ഹോളിഡേയാണ്. അത് വലിയൊരു ഈദിന്റെ അവധിയാണ്. നാട്ടിലൊക്കെ കേരളത്തിലൊക്കെ എനിക്ക് തോന്നുന്നു ഇന്നാണ്. പക്ഷെ ഞങ്ങൾക്കൊക്കെ നാളെ കേട്ടോ. നാളെ എന്ന് പറയുന്നത് 11-ാം തീയതി. ഇന്ന് നമ്മൾ ബർത്ത്ഡേക്ക് എടുക്കുന്ന വീഡിയോയില് 11-ാം തീയതി ഞങ്ങൾക്കിവിടെ ഹോളിഡേ ആണ്. അപ്പോൾ ആ ഒരു സമാധാനത്തിലാണ് എത്ര രാത്രിയിലും കുഴപ്പമില്ല എന്നുള്ള രീതിയിൽ പോകുന്നത്. അപ്പോൾ നമുക്ക് ഇനി ഹോട്ടലിൽ വെച്ച് കാണാം. ഞങ്ങളങ്ങനെ ഹോട്ടലിൽ എത്തിയിട്ടോ. അപ്പോൾ ഇന്ന് നമുക്ക് നോൺ വെജ് ഫുഡൊന്നും കിട്ടില്ല, വെജ് തന്നെ വാങ്ങിക്കണം. കാരണം രാമനവമി കാരണം ഇവിടെ 10 ദിവസം ഫാസ്റ്റിംഗ് ആണ്. അപ്പോൾ ഇവിടുത്തെ ലേഡീസൊക്കെ ഫാസ്റ്റിംഗ് ചെയ്യുന്ന 10 ദിവസമാണ്. അപ്പോൾ ഞങ്ങളുടെ സ്കൂളിലെ ടീച്ചേഴ്സൊക്കെ പറഞ്ഞവർക്ക് ഇങ്ങനെ അറിയായിരുന്നു അവർക്ക് ഫാസ്റ്റിങ്ങിൻ്റെ ഈ ദിവസങ്ങളിൽ നമുക്ക് ഹോട്ടലുകളിലൊക്കെ ചെന്നാലും നോൺ വെജ് കിട്ടില്ല, വെജ് മാത്രമേ കിട്ടുള്ളൂ. അപ്പോൾ എന്തായാലും ഞങ്ങൾ അങ്ങനെ വെജായിട്ടുള്ള ഫുഡായിട്ടോ ഒന്ന് ഓർഡർ കൊടുത്തത്. അപ്പോൾ സ്റ്റാർട്ടിങ്ങിൽ തന്നെ നമ്മൾ ചില്ലി പൊട്ടറ്റോ സ്റ്റാർട്ടറായിട്ട് ഓർഡർ കൊടുത്തായിരുന്നു. അപ്പോൾ അത് ഒക്കെ കഴിച്ച് കഴിഞ്ഞപ്പോഴേക്കും തന്നെ നമ്മുടെ ബട്ടർ നാൻ എത്തി, അതുപോലെ ജീര റൈസ്, പിന്നെ ബട്ടർ പനീറായിട്ടോ ഓർഡർ കൊടുത്തിരിക്കുന്നത്. പിന്നെ അതിനൊപ്പം അവർ സബോളയും പച്ചമുളകും ഒക്കെ കട്ട് ചെയ്ത് ചൊറുക്കയിലൊക്കെ ഇട്ടിട്ടുള്ള ആ ഒരു ഐറ്റം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ സ്റ്റാർട്ട് ചെയ്തു കേട്ടോ. അപ്പം ഇന്ന് അഞ്ജുവിൻ്റെ ബർത്ത്ഡേ അല്ലേ, അപ്പോൾ അതുകൊണ്ട് തന്നെ ചേട്ടൻ എന്താ അഞ്ജുവിന് ഒരു വയ വെച്ച് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഞാനും വെച്ച് കൊടുത്തു. അന്ന് ആൽവിനില്ലാത്തതിൻ്റെ ആ ഒരു ഭയങ്കര ഒരു ഫീലിംഗ് ആണ് അഞ്ജുവിന്. ബർത്ത്ഡേ ദിവസം ആയതുകൊണ്ട് അഞ്ജുവിനെ ഹാപ്പി ആക്കണം എന്നായിരുന്നു ഞങ്ങളുടെ ആഗ്രഹം. ഇനിയിപ്പോൾ ആൽവിൻ ബർത്ത്ഡേയുടെ സമയത്ത് ഇല്ലെങ്കിലും ഇനിയിപ്പോൾ അഡ്ജസ്റ്റ് ഒക്കെ ചെയ്തേ പറ്റൂ. അപ്പോൾ അതൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി അങ്ങനെ അഞ്ജുവിനെ ഞങ്ങളിതാ ഇന്നത്തെ ദിവസം പറ്റുന്ന രീതിയിലൊക്കെ ഹാപ്പി ആക്കിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഫുഡൊക്കെ കഴിഞ്ഞപ്പോഴേക്കും പിന്നെ ഞങ്ങൾ ജ്യൂസ് ഓർഡർ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഫ്രഷ് ലെമൺ ജ്യൂസ് ആയിട്ട് ഓർഡർ കൊടുത്തിരുന്നത്. എനിക്കും ചേട്ടൻ അതാണ് ഓർഡർ കൊടുത്തിരുന്നത്. പക്ഷെ അഞ്ജുവിന് സ്പ്രൈറ്റ് മതി എന്ന് പറഞ്ഞാൽ അഞ്ജു സ്പ്രൈറ്റിനാണ് ഓർഡർ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഇതാ ഞങ്ങളുടെ ലെമൺ ജ്യൂസും സ്പ്രൈറ്റും എല്ലാം എത്തിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് ഞങ്ങളിതാ എണീക്കാൻ പോവാണ് കേട്ടോ. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ പുറത്തിറങ്ങിയപ്പോൾ അഞ്ജുവിൻ്റെ തനിച്ചും പിന്നെ ഞങ്ങളുടെ ഒപ്പമൊക്കെ ആയിട്ട് മാറ്റി മറിച്ചൊക്കെ നിർത്തി കുറച്ച് ഫോട്ടോസും ഇത്തിരി വീഡിയോ ഒക്കെ എടുത്തു കേട്ടോ. പുറത്ത് ആ ഒരു സീനറിയൊക്കെ കണ്ടപ്പോൾ ഇഷ്ടം തോന്നി. അപ്പോൾ അങ്ങനെ അവിടെ നിന്ന് ഞങ്ങൾ കുറച്ച് ഫോട്ടോയും വീഡിയോയും ഒക്കെ എടുത്തു. അപ്പോൾ അതിന് ശേഷമാണ് ഞങ്ങൾ വീട്ടിലേക്ക് തിരിക്കുന്നത്. അപ്പോൾ ഞങ്ങളിതാ ഹോട്ടലിലൊക്കെ പോയി വന്നു കേട്ടോ. ഫുഡൊക്കെ കഴിഞ്ഞ് ഞങ്ങളിതാ തിരിച്ചെത്തി. അപ്പോൾ ഒത്തിരി ലേറ്റായി, ഇനി കിടന്നുറങ്ങേണ്ട സമയം അതിക്രമിച്ച് നിൽക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ ഉറങ്ങാൻ പോകണം. അപ്പോൾ അഞ്ജുമോടെ ബർത്ത്ഡേ വിഷസ് അറിയിച്ച എൻ്റെ എല്ലാ ഫ്രണ്ട്സിനും ഒരുപാട് താങ്ക്സ്. ഒത്തിരി പേര് നമ്മുടെ കമൻസിലൂടെ ബർത്ത്ഡേ വിഷസ് അറിയിച്ചായിരുന്നു. അതുപോലെ അഞ്ജുമോൾക്ക് ഗ്രീറ്റിങ്സും പ്രേയേഴ്സും ഒക്കെ ഒത്തിരി പേര് അറിയിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരോടും ഒരുപാട് താങ്ക്സ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഞങ്ങളുടെ ഇന്നത്തെ വ്ളോഗ് ഇഷ്ടപ്പെട്ടു കാണുമെന്ന് കരുതുന്നു. വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമൻസിലൂടെ അറിയിക്കാൻ മറക്കരുത്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ. ഫേസ്ബുക്കിലാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നതെങ്കിൽ ലിജീസ് വ്ളോഗ്സ് എന്നുള്ള ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. വീണ്ടും നമുക്ക് നല്ലൊരു അടിപൊളി വീഡിയോയുമായി കാണാം. ബൈ.